ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് മാത്യു ചാപ്റ്റർ 16 വേഴ്സസ് 16 through 19. മത്തായി 16 മുതൽ 19 വരെ. ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, മറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രയും നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ നിൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കിട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. പ്രാർത്ഥിക്കാം. ദൈവമേ, അനുഗ്രഹീതമായ ധന്യമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസാന്നിധ്യത്തിനായി, പരിശുദ്ധ ആത്മാവിൻ്റെ പരിപാലനത്തിനായി സ്തോത്രം. കർത്താവേ, തിരുസഭയിലെ ശുശ്രൂഷയ്ക്കായി നീ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ 3 സഹോദരങ്ങളെയും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ യോഗ്യത കണ്ടിട്ടല്ലോ, ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ ശുശ്രൂഷയ്ക്കായി നീ ബലപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ തക്കണം ഈ മക്കളെ സഹായിക്കണമേ. അവരെ വളർത്തിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരുടെ ഇടവുകൾ, തിരുസഭ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഞങ്ങൾ ഒരുമിച്ചുള്ള കൂട്ടായ്മ തിരുനാമത്തിനാക്കി തീർക്കുകയും വചനം കേൾക്കുന്നതും പറയുന്നതും പഠിക്കുന്നതും ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക്, ശുശ്രൂഷയ്ക്ക് ഏറെ ബലം നൽകുന്നതായി തീരുകയും ചെയ്യണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അത് ആരംഭിക്കുന്നത് തന്നെ കർത്താവിൻ്റെ ജനനവിവരണത്തോടു കൂടിയാണല്ലോ. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം 4 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ഗലീല പ്രദേശത്തുള്ള ശുശ്രൂഷകളാണ് അവിടെ നടക്കുന്നത്. ആ ശുശ്രൂഷകളിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ആ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നതായിട്ടുള്ള 5 പ്രഭാഷണങ്ങളിൽ, ഡിസ്കോഴ്സസിൽ 3 ഈ 16-ാമത്തെ അധ്യായത്തിൻ്റെ ഉൾപ്പെടെ ചേർക്കപ്പെട്ടിരിക്കുന്നു. 5ഉം 6ഉം അധ്യായങ്ങളിൽ, 5ഉം 6ഉം 7ഉം അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണവും, തുടർന്ന് അതേപോലെ 10ഉം 16ഉം അധ്യായങ്ങളിൽ കർത്താവിൻ്റെ 2 പ്രഭാഷണങ്ങളും ചേർത്തിരിക്കുന്നു. അതോടൊപ്പം കർത്താവ് ഈ ശിഷ്യന്മാരെ തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്നത് 4-ാമത്തെ അധ്യായത്തിലും, അവരെ ഇതിനായിട്ട് നിയോഗിച്ചയക്കുന്നത് 10-ാമത്തെ അധ്യായത്തിലും. അപ്പോൾ ഈ 16-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കി അവരെ വീണ്ടും ഈ ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിൻ്റെ പൂർത്തീകരണം വീണ്ടും ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതി പ്രാപിപ്പിൻ എന്ന് പറയുന്ന ആ രംഗവും, തുടർന്ന് 28-ാം അധ്യായം അവസാനിക്കുമ്പോൾ ലോകമെങ്ങും പോയി സകല ജനത്തെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ള നിയോഗവും ആണെന്ന് ഓർക്കാം. ഈ സുവിശേഷത്തിൽ തന്നെ നമുക്ക് വീണ്ടും നാം വായിച്ചു കേട്ട ഈ 16-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ ഈ ഗലീല പ്രദേശ ശുശ്രൂഷകൾക്കിടയിൽ തന്നെ 9 അത്ഭുതങ്ങൾ, രോഗസൗഖ്യ ശുശ്രൂഷകൾ ഉൾപ്പെടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. വിഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷകൾ: ടീച്ചിങ്, പഠിപ്പിക്കൽ; പ്രീച്ചിങ്, പ്രസംഗം; ആൻഡ് ഹീലിംഗ്, സൗഖ്യദായക ശുശ്രൂഷ. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യഹൂദയുടെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയും യേശു കർത്താവ് ക്രൂശിക്കപ്പെടാനായിട്ട് വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യുന്നു. ക്രൂശിക്കപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കർത്താവ് താൻ സ്നേഹിച്ചതായിട്ടുള്ള ശിഷ്യരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? താൻ ആരാണെന്നുള്ളത് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് വേണമല്ലോ തൻ്റെ ശുശ്രൂഷ ചെയ്യാൻ. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു പറയുന്ന മറുപടിയിൽ ഉൾപ്പെട്ടതായിട്ടുള്ള 2 വാചകങ്ങൾ ഞാനിവിടെ വീണ്ടും വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ കർത്താവ് പത്രോസ് പ്രഖ്യാപിച്ച വിശ്വാസത്തെയാണ് അവിടെ ഓർക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നുള്ള ആ ഒരു വലിയ പ്രഖ്യാപനവും കർത്താവ് അവിടെ നടത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ്: യേശു മശീഹയാണ്, യേശു ക്രിസ്തുവാണ്, യേശു കർത്താവാണ്. രണ്ടാമത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിപാദ്യ വിഷയം സ്വർഗരാജ്യം എങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള കിങ്ഡം ഓഫ് ഹെവൻ എന്നുള്ള ആ ഒരു പ്രയോഗമാണ്. കിങ്ഡം ഓഫ് ഹെവൻ എന്നുള്ളതും കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളതും മാറി മാറി സുവിശേഷങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വായിച്ചു കേട്ട ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷയ്ക്ക് സഹായകമാകുമെന്ന പ്രത്യാശയോടെ രണ്ട് ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന അചഞ്ചലമായ വിശ്വാസമാണ് ഈ ശുശ്രൂഷയുടെ അടിസ്ഥാനം, ദൈവസഭയുടെ അടിസ്ഥാനം. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന അചഞ്ചലമായ വിശ്വാസമാണ് ഈ ശുശ്രൂഷയുടെ അടിസ്ഥാനം, ദൈവസഭയുടെ അടിസ്ഥാനം. The strong faith that Jesus Christ is the Son of the living God is the foundation of this ministry and also this church. മശിഹ എന്ന അരമായ വാക്കിൻ്റെ യവനായ പര്യായമാണ്, അല്ലെങ്കിൽ ഭാഷാന്തരമാണ് ക്രൈസ്റ്റ് എന്നുള്ളത്. രക്ഷകൻ, അഭിഷിക്തൻ, രക്ഷകനായ രാജാവ് എന്നീ അർത്ഥങ്ങളാണ് അതിന് ഉള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് യഹൂദ ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ, യഹൂദ മത അനുഭാവികളൊക്കെ കാത്തിരുന്നൊരു മെസ്സിഹയുണ്ട്. ആ മെസ്സിഹയാണ് യേശു കർത്താവ് എന്നുള്ളത് പത്രോസ് അവരുടെ മുന്നിൽ യേശു ചോദിക്കുമ്പോൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. പത്രോസ് ഇത് ആദ്യം പറയുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ഇവിടെ വെച്ചല്ല. ഏകദേശം 3 വർഷക്കാലത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവിനെ അനുധാവനം ചെയ്ത പത്രോസിനോട് ഇതാദ്യം പറയുന്നത് പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയാസ് തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞാൻ മശീഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പത്രോസിന് തൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലങ്ങളിൽ ഇതൊരു മുൻ അറിവായിരുന്നു. എന്നാൽ 3 വർഷക്കാലം ഈ കർത്താവിനോടൊപ്പം യാത്ര ചെയ്ത പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. പത്രോസ് വളരെ ശക്തമായിട്ട് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. തുടർന്ന് പത്രോസ് തൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായം 36-ാം വാക്യത്തിൽ പ്രസംഗിക്കുമ്പോൾ ഇത് പറയുന്നു: ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമായി വച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും അറിഞ്ഞുകൊള്ളട്ടെ. താൻ അറിഞ്ഞ യേശുവിനെ, താൻ 3 വർഷക്കാലം രുചിച്ചറിഞ്ഞ യേശുവിനെ ഏറ്റു പറയാൻ പത്രോസ് മടി കാണിക്കുന്നില്ല. സൺ ഓഫ് ലിവിങ് ഗോഡ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 26-ാം യോഹന്നാൻ 5:26 ഇങ്ങനെ പറയുന്നു: പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രന് തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. നാം ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ആ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു നിത്യജീവനുള്ളവനാണ്. ജീവിക്കുന്നവനായിട്ടുള്ള യേശു ക്രിസ്തു മരണമില്ലാത്ത ജീവനുള്ളവൻ, അവനിലാണ് നാം ജീവിക്കുന്നത്. ജീവജലത്തിൻ്റെ ഉറവയായവൻ, പത്രോസ് പറയുന്നു, നിത്യജീവ മൊഴികളുടെ സ്രോതസ്സായവൻ. ജീവിക്കുന്നവൻ മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവൻ ജീവിപ്പിക്കുന്ന കർത്താവ് കൂടെയാണ്. സൺ ഓഫ് ലിവിങ് ഗോഡ് ഇസ് ദ ലിവിങ് ക്രൈസ്റ്റ് ഓൾസോ.
രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 30-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 5:30 പറയുന്നു, പിതാവിൻ്റെ മാത്രം ഇഷ്ടം ചെയ്യുന്നവനാണ്. പത്രോസ് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏറ്റു പറയുമ്പോൾ കർത്താവ് പത്രോസിൻ്റെ ആ വിശ്വാസത്തെ ശ്ലാഘിക്കുമ്പോൾ ഒരു കാര്യം ശക്തമായിട്ട് പറയുകയാണ്, ഞാൻ പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്നവനാണ്. ശുശ്രൂഷയേൽക്കുന്നവനെല്ലാം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്നവനായി തീരണമെന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 19-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 5:19 നമുക്ക് കാണാം, ഈ പുത്രൻ പിതാവായ ദൈവത്തിന് എല്ലായ്പ്പോഴും കീഴടങ്ങിയിരിക്കുന്നവനാണ്, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നവനെല്ലാം. എല്ലാം പിതാവായ ദൈവത്തോട് ആലോചിച്ച് ചെയ്യുന്ന പുത്രനായ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ പൂർത്തിയാക്കി ക്രൂശീകരണത്തിനായി ഒരുങ്ങുന്ന കർത്താവ് വീണ്ടും ഈ ഭാഗത്ത് ഓർമ്മിപ്പിക്കുകയാണ്, ഈ ദൈവപുത്രൻ ഇനി ലോകത്തെ വിധിക്കാനായിട്ട് വരും. അങ്ങനെയെങ്കിൽ യഹൂദ മത വിശ്വാസികൾ മുമ്പിൽ നിന്നുകൊണ്ട് ശക്തമായിട്ട് പറയുകയാണ് കർത്താവ്, പിതാവിനെ ബഹുമാനിക്കുന്നവനെല്ലാം പുത്രനെയും ബഹുമാനിക്കുന്നു. തന്നെ ബഹുമാനിക്കാത്ത യഹൂദ ജനത്തിന് നേരെയുള്ള ഉപദേശം കൂടെയാണ് അത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ശക്തമാക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ദേവാലയങ്ങളിൽ, നിങ്ങളുടെ സൺഡേ സ്കൂൾ പഠനത്തിൽ, അങ്ങനെ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യത്തിൽ സാധ്യമായി തീർന്നിട്ടുണ്ടാകുമല്ലോ. ആ ഒരു വലിയ വിശ്വാസമാണ് ഇന്ന് നിങ്ങളെ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പത്രോസിനെ പോലെ ഈ കർത്താവിനെ പ്രഘോഷിക്കുന്നതിൽ, പ്രസംഗിക്കുന്നതിൽ, അവന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതിൽ നമുക്ക് ശ്രദ്ധയുള്ളവരായി തീരാം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇതിന് വിപരീതമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നതായിട്ടുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. യുവജന സഖ്യത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ കോളേജ് വിദ്യാർത്ഥികളായ ചില സ്നേഹിതർ പറയുകയുണ്ടായി, ഞങ്ങൾ പഠിക്കുന്ന കോളേജ് പരിസരങ്ങളിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യ യുവാക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതോടൊപ്പം യേശു ആരാണെന്ന് പോലും അറിയാത്തവരുടെ എണ്ണവും കൂടി വരികയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ അവിശ്വാസം വർദ്ധിച്ച് വരുന്ന ഈ കാലഘട്ടത്തിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ നേരിട്ടൊരു വലിയ പ്രശ്നമായിരുന്നത്, ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ്? Some believed that he is half God and half human, പകുതി ദൈവവും പകുതി മനുഷ്യനും. Some held that he was born as human and grown into the stature of God. മനുഷ്യനായി പിറന്ന് ദൈവത്തിൻ്റെ ആ പ്രതിമയിലേക്ക് വളർന്നവനാണ്. 3 നൂറ്റാണ്ടുകളിലെ ശക്തമായ പ്രതിസന്ധികൾക്ക് ശേഷമാണ് 3 സുന്നഹദോസുകളിലായി, നൈസിയ, കോൺസ്റ്റന്റിനോപ്പിൾ ആൻഡ് എഫീസസ് സുന്നഹദോസുകളിൽ യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന വിശ്വാസം മാറ്റുവാൻ പാടില്ലാത്തതായിട്ട് അരക്കിട്ടുറപ്പിച്ചത്. എന്നാൽ യേശുവിനെ പ്രവാചകനായോ യേശുവിനെ മഹാന്മാരിൽ ഒരുവനായോ സ്വീകരിക്കാൻ ഇതര മതവിശ്വാസത്തിലുള്ളവർക്ക് പോലും മടിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആരാണ് ഈ യേശു കർത്താവ്? പാട്ടുകാരൻ പാടുന്ന പോലെ 2 വരി, എന്നാദനെ ഏറ്റു ചൊൽവാൻ ലജ്ജിക്കയില്ല ഞാൻ, തൻ ക്രൂശിൻപം വാക്തേജസ്സും ചൊല്ലി കീർത്തിക്കും ഞാൻ. യേശു കർത്താവിനെ ദൈവമായി, ദൈവത്തിൻ്റെ പുത്രനായി പ്രഘോഷിക്കുവാൻ തക്കൊണ്ട് ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. 2, യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന വിശ്വാസ പ്രഖ്യാപനം നമ്മെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് അനേകരെ പ്രവേശിപ്പിക്കുന്ന മുഖാന്തരങ്ങളാക്കുന്നു. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന വിശ്വാസ പ്രഖ്യാപനം നമ്മെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് അനേകരെ പ്രവേശിപ്പിക്കുന്ന മുഖാന്തരങ്ങളാക്കും. We are entrusted with the task of bringing others to the kingdom of God because of our faith that Jesus is the Son of living God and Jesus is God. സ്വർഗരാജ്യം എന്ന പ്രയോഗം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അത് ദൈവരാജ്യം എന്നുള്ള സജ്ജയും കൂടെയൊക്കെ കൂട്ടിക്കലർത്തി വേദപുസ്തകത്തിൽ വരുന്നു. സ്വർഗരാജ്യം യേശു കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഒരു പ്രധാന ഭാഗമായിരുന്നു. 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. 5-ാം അധ്യായം 10-ാം വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.
13-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ യേശു പ്രഖ്യാപിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്, സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം, പുളിച്ച മാവിനോട് സദൃശ്യം. താൻ പഠിപ്പിച്ച സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ശിഷ്യരെ ഏൽപ്പിക്കുകയാണ്. തായുടെ സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. എന്താണ് ദൈവരാജ്യം, അല്ലെങ്കിൽ എന്താണ് സ്വർഗരാജ്യം? ദൈവത്തിൻ്റെ ഭരണവും പരമാധികാരവുമാണത്. ഈ ഭൂമിയിൽ ആരുടെ അധികാരത്തെയാണ് നാം അംഗീകരിക്കുന്നത്? ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ആ രാജ്യത്തിന് ദൂതുവാഹരാൻ നമുക്ക് സാധിക്കുമോ? റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്വർഗരാജ്യം നീതി, സമാധാനം, ആത്മാവിൽ സന്തോഷം. തിരുമേനി വായിച്ചതായിട്ടുള്ള വിശുദ്ധ എവൻഗേലിയൻ ഭാഗം നാം കേട്ടല്ലോ. ദൈവരാജ്യത്തിലെ ശുശ്രൂഷ ദാസന്റെ ആത്മാവോടുകൂടെ ചെയ്യേണ്ടവനാണ്. കാൽ കഴുകിയ യജമാനനാണ് പത്രോസിനോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് ആരാണ്? മേൽക്കോയ്മയുടെയും യജമാന മനോഭാവത്തിൻ്റെയും അതീശത്വത്തിൻ്റെയും എല്ലാം. ദ വില്ലിംഗ്നെസ് ടു സെർവ് ആൻഡ് ടു ബ്രിങ് ദ നീഡ്സ് ഓഫ് അതേഴ്സ് ബിഫോർ വൺസ് ഓൺ. നമ്മുടെ ആവശ്യങ്ങൾ അല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങളും അവരുടെ വിടുതലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന അജണ്ടയായിട്ട് തീരണം. അവസാനമായി ദൈവരാജ്യത്തിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഈ സുവിശേഷത്തിൽ തന്നെ 25-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നാം വായിച്ച് മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ഒന്ന്, യേശു ദൈവപുത്രൻ എന്നുള്ള വിശ്വാസം. 2, യേശു കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ ആ ഒരു പ്രവേശത്തിലേക്കുള്ള വലിയ ഒരു അധികാരം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് സുഖ സൗകര്യങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ. ആർഭാടങ്ങളും ആഘോഷങ്ങളും ആനയും അമ്പാരിയും കൊട്ടും കുരുവയുമായി ഡാൻസും മേളങ്ങളുമായി ശുശ്രൂഷ രംഗങ്ങൾ പൊടിപൊടിക്കുമ്പോൾ യേശുവിനെ ഏറ്റുപറയാനുള്ള മടി കാണിക്കരുത്. എന്നെ തിരഞ്ഞെടുത്തവനെ ഞാൻ മാനിക്കും, എന്നെ ശുശ്രൂഷിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നുള്ള കർത്താവിൻ്റെ വലിയ ഇമ്പസ്വരം നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, കർത്താവിലുള്ള വിശ്വാസം വ്യക്തമായി ഉറക്കെ പ്രഖ്യാപിച്ച് പഠിപ്പിച്ചും കൊണ്ട് മുന്നേറാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ദൈവം തുടർന്നും ഞങ്ങളെ ശുശ്രൂഷയിൽ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.